എന്നെ സംബന്ധിച്ചൊരു 24 മണിക്കൂർ സംഘടനാ പ്രവർത്തകനാണ്. പൂർണ്ണ സമയം പാർട്ടിക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് എനിക്ക്. മറ്റു ദൗത്യങ്ങളൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് സൂട്ടബിളാണ് എന്ന് തോന്നിയത് കൊണ്ട് ഞാനത് ആഗ്രഹം പറഞ്ഞിരിക്കുന്നു. ആവശ്യങ്ങളെന്ന് വെച്ചാൽ ഇതൊന്നും വലിയ തർക്കമുള്ള കാര്യങ്ങളല്ല. ഇത് പാർട്ടിയുടെ എല്ലാ ലീഡേഴ്സിനും നമ്മളെ അറിയാവുന്നവരാണ്. അവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. ഞാനിതിന് കൊള്ളാവുന്നതാണെന്ന് തോന്നിയാൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരോട് സംസാരിക്കുക. അവരും ഈ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ എന്നെ ഇതിന് സൂട്ടബിൾ ആണെങ്കിൽ എന്നെ വയ്ക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അതൊന്നും ഇതുമായിട്ടൊന്നും ബന്ധമില്ല. അങ്ങനെ മാറ്റി നിർത്തുന്നവർക്ക് മാത്രം കൊടുക്കാനുള്ളതൊന്നും അല്ലല്ലോ. അതൊക്കെ ഓരോരുത്തരുടെ പാർട്ടിയെക്കുറിച്ചും അവർക്ക് പാർട്ടിയിലുള്ള വിശ്വാസവും അവരുടെ കോൺഫിഡൻസും അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ ശൈലികളും അതൊക്കെ. അതിനപ്പുറത്ത് വേറെ കാര്യമൊന്നുമില്ല. ഞാനങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം കിട്ടിയില്ല എങ്കിൽ പൊട്ടിത്തെറിക്കുന്നയാളോ പാർട്ടി അനാവശ്യം പറയോ ലീഡേഴ്സിനെ കുറിച്ച് അനാവശ്യം പറയുകയോ ഒന്നും ചെയ്യുന്ന സ്വഭാവം എനിക്കില്ല. അങ്ങനത്തെ അവകാശവാദമൊന്നുമില്ല. പക്ഷേ ഓരോന്നിനും അതിൻ്റെതായ സമയമാകുമ്പോൾ നമ്മൾ ആ സ്ഥാനത്തിന് ഉത്തരവാദിത്വത്തിന് അതിന് യോഗ്യനാണ് എന്ന് എനിക്ക് സ്വയം ബോധം ഉണ്ടാവണം. എനിക്ക് തോന്നുന്നു പാർട്ടി പ്രവർത്തകരിലും ആ ഒരു വിശ്വാസമൊക്കെ ഒരു പരിധി വരെയൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നിൽക്കേണ്ട കാര്യമില്ലല്ലോ ഇതിനൊന്നും. ഞാൻ അത്രയും സീനിയറായിട്ടുള്ള ഒരാളാണ് പാർട്ടിക്കകത്ത്. ഒരുപാട് സ്ഥാനങ്ങൾ KSUവും യൂത്ത് കോൺഗ്രസും അതുപോലെ പാർട്ടിയിലും വിവിധ സ്ഥാനങ്ങളിൽ MLA ആയിട്ടും വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. മറ്റുത്തരവാദിത്തങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. മുഴുവൻ സമയവും പാർട്ടിക്ക് വേണ്ടി എൻ്റെ സമയം എനിക്ക് മാറ്റിവെക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിന് കൊള്ളാവുന്ന എനിക്ക് തോന്നിയത്. കാരണം എനിക്ക് ബോധ്യമില്ലാതെ ഞാനൊരു കാര്യത്തിന് ഇറങ്ങാറില്ല. അപ്പോൾ എനിക്ക് ബോധ്യമുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു മാത്രമേ ഉള്ളൂ. അപ്പം സ്വാഭാവികമായിട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അവർക്ക് വിലയിരുത്തേണ്ടി വരുമല്ലോ. എങ്കിലും ഇത്തവണ എനിക്ക് തോന്നുന്നത് പൊതുവായി കേരളത്തിൻ്റെ ഒരു വികാരം ഒരു മുഴുവൻ സമയ പ്രസിഡൻ്റ് ഉണ്ടാവണം. പാർട്ടി സംഘടനാ സംവിധാനം കുറേ കൂടി ആക്റ്റീവാകണം, കുറേ കൂടെ കെട്ടുറപ്പുള്ളതാവണം, അച്ചടക്കമുള്ളതാവണം എന്നൊക്കെ കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ കൊള്ളാമെങ്കിൽ എന്നെ സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ അതിനൊന്നും ഞാൻ ആരും വഴക്കുണ്ടാക്കാനോ പിടിച്ചു പറിക്കാനോ ഒന്നും അല്ല വന്നിരിക്കുന്നത്. അങ്ങനെ ചർച്ച ചെയ്യാതെയാണ് ഈ തീരുമാനമായി മുന്നോട്ട് പോയത് എന്ന വിമർശനങ്ങൾ മുതിർന്ന നേതാക്കളിൽ നിന്നുണ്ടാകും. ശരിക്കും ആ തീരുമാനോചിതമായ അത് ഒരു മന്ത്രിസഭ അധികാരത്തിലേറി ഉടനെ ബഡ്ജറ്റ് വരേണ്ടതാണ്. അപ്പോൾ ബഡ്ജറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എവിടെ നിന്നൊക്കെയാണ് സാമ്പത്തികം കൊണ്ടുവരാൻ കഴിയുന്നതിന് ധനാഗമന മാർഗങ്ങളെക്കുറിച്ച് സ്വാഭാവികമായും ധനകാര്യമന്ത്രി, അത് മുഖ്യമന്ത്രി തന്നെയാണ്, അദ്ദേഹം ആലോചിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായി അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഇന്ന മാർഗങ്ങളിലൂടെ നമുക്ക് ധനം സമാഹരിക്കാൻ കഴിയും. അത് വേണോ വേണ്ടയോ എന്നുള്ളത് UDF തീരുമാനിക്കേണ്ടത്. UDFൻ്റെ ഒരു രാഷ്ട്രീയ തീരുമാനമാണത് പറയേണ്ടത്. മദ്യനയത്തിൽ എന്താണ് ഉൾപ്പെടുത്തേണ്ടതെന്ന്. ആ മദ്യനയത്തിൽ ഇത് വേണമെന്ന് തോന്നിയാൽ അതിൻ്റെ ടാക്സ് ഇന്നതായിരിക്കും, ഇല്ലെങ്കിൽ ആ ടാക്സ് ഇല്ല, അതിന് വേറെ മാർഗം കണ്ടെത്തണം. അപ്പോൾ അതൊരു ബഡ്ജറ്റിലെ ഒരു നിർദ്ദേശമായിട്ട് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ഗവൺമെൻറ് ഇതുപോലെ ക്ലാസിഫൈ ചെയ്തിരുന്നു മദ്യത്തെക്കുറിച്ച്. അപ്പോൾ അത് വെച്ചുകൊണ്ട് അന്നവർ ഇതിന് ടാക്സ് ഫിക്സ് ചെയ്തില്ല. ടാക്സ് ഫിക്സ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും പ്രപ്പോസലുകൾ വരുന്നതല്ലേ. അതിപ്പോൾ അങ്ങനെ ഒരു പുതിയ ഗവൺമെൻറ് വന്ന് 15 ദിവസം നടത്തിയ ഒരു ബഡ്ജറ്റല്ലേ. അപ്പോൾ അതിനകത്ത് ഒന്നാമത് വലിയ സാമ്പത്തിക ബാധ്യത അനുഭവിക്കുന്ന ഒരു സംസ്ഥാനം. അപ്പം ഏതൊക്കെ രീതിയിൽ ഫണ്ടുണ്ടാക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനയിൽ ധനകാര്യ വകുപ്പിന് കിട്ടിയ ചില പ്രപ്പോസലുകളായിരിക്കും. അദ്ദേഹം പറഞ്ഞല്ലോ, ഇതിനകത്ത് രാഷ്ട്രീയ തീരുമാനം UDF എടുത്തു കഴിഞ്ഞാൽ UDF ഇത് വേണ്ടെന്ന് വെച്ചാൽ അപ്പം ഇല്ല, അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ തർക്കമൊന്നും ഉണ്ടാവുകയില്ല. വിവാദം എന്താണെങ്കിലും ഏത് കാര്യം ഇത് അങ്ങനെ എവിടെ യൂറ്റാണെന്നും പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ UDFന് അതിൻ്റെതായ കാഴ്ചപ്പാടുണ്ടാകും, അത് LDFിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ഇപ്പം ഇവിടെ ഇന്നലെ പറയുന്നത് കേട്ടു പ്രൈവറ്റൈസേഷൻ. ഞാൻ ജോസഫ് വാഴക്കൻ സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.